കഴിഞ്ഞ ദിവസം മാവേലിക്കര MP ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, കൊടിക്കുന്നിൽ സുരേഷിന് എന്നൊക്കെ പരാജയം നേരിടുന്നുവോ ആ കാലഘട്ടങ്ങളിലെല്ലാം മനോനില തെറ്റിയ നിലയിലാണ് കൊടിക്കുന്നിൽ സുരേഷ് പെരുമാറുന്നത്. കൊട്ടാരക്കരയിലെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് നേരിട്ട് വൻപിച്ച പരാജയം, ആ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള പല ആൾക്കാരെയും വളരെ മോശമായ രീതിക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചത്. പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്ന ചാമക്കാലെ വരെ പത്രസമ്മേളനത്തിൽ വളരെ മോശമായ രീതിക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് സംസാരിച്ചിട്ടുള്ളത്. BJPയിലേക്ക് കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്ന രശ്മി, ആ രശ്മി കോൺഗ്രസിലുള്ള സമയത്ത് കൊടിക്കുന്നിൽ സുരേഷിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നപ്പോൾ രശ്മിയെ കടന്നാക്രമിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം MPയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. MPയുടെ കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഗ്രൂപ്പുകളെയും പാർട്ടിക്കാരെയും തകർക്കുന്ന, നിഷ്കാസനം ചെയ്യുന്ന നയവും നടപടിയുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് വെച്ച് അനുഗ്രഹിച്ചാൽ ഉദയക്രിയ ചെയ്യുന്ന കൊട്ടാരക്കരയിൽ ഒരു നേതാവാക്കുന്നതിന് പരിശ്രമിച്ച R. ബാലകൃഷ്ണപിള്ള, അദ്ദേഹം ഇവിടെ പരാജയപ്പെട്ടപ്പോൾ ഞാൻ അന്ന് കൊടിക്കുന്നിലിന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു. ആ കാലഘട്ടത്തില് കൊടിക്കുന്നിൽ ആ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന്റെ ഒരു വലിയ ചിരിയുണ്ട്. ആ ചിരി ഒരുപക്ഷെ അദ്ദേഹം MP ആയിട്ട് പല കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് ജയിച്ചപ്പോൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചിരിയാണ്, സന്തോഷമാണ്. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ പരാജയപ്പെട്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ ചിരിയുടെ പ്രത്യേകത. ഇതാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ആകെ തുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കൊടിക്കുന്നിൽ സുരേഷ് എപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ നേതൃത്വമുള്ള പാർട്ടിക്ക് പരാജയം സംഭവിക്കുന്നു, ആ സമയത്തൊക്കെ വളരെ മോശമായ രീതിക്കുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സമനില തെറ്റിയ പ്രവർത്തനമാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ BJPയിലേക്ക്, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുവാൻ പോലുമുള്ള മാനസികമായ മനോനില, അത് അദ്ദേഹത്തെ ഇനിയെങ്കിലും സ്നേഹിക്കുന്ന ആരെങ്കിലും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനോനില പരിശോധിപ്പിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം കോൺഗ്രസ് തന്നെ തകർന്നു തരിപ്പണമായ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അങ്ങനെയുള്ള ഒരു കപ്പലാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മനോനില എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം പട്ടികജാതി വിഭാഗത്തെക്കുറിച്ച് തോരാതെ സംസാരിക്കുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗത്തെ, പട്ടികവർഗ വിഭാഗത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഏറ്റവും കൂടുതൽ MPമാരും MLAമാരും പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും
ഭാരതീയ ജനതാ പാർട്ടിയിലാണുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു പട്ടികവർഗക്കാരി ഇന്ന് രാഷ്ട്രപതിയായിരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അങ്ങനെയുള്ള പാർട്ടിയെയാണ് കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൊടിക്കുന്നിലിനോട് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് നട്ടല് ഉള്ളവനായിരുന്നെങ്കിൽ, ആർജവം ഉള്ളവനായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും ഭരണഘടനാ ശില്പിയുമായ BR അംബേദ്കർക്ക് ഭാരതരത്നം കൊടുക്കാൻ എന്താണ് താമസമുണ്ടായത്? അദ്ദേഹത്തിന് കൊടുക്കാൻ കോൺഗ്രസ് കാണിച്ച അലംഭാവത്തെ എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധിക്കാൻ തയ്യാറാകാതെ ഇരുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം 90 കാലഘട്ടത്തിലാണ് ഭാരതരത്നം VP സിംഗിന്റെ മന്ത്രിസഭയാണ് മരണാനന്തരമായി BR അംബേദ്കർക്ക് കൊടുക്കുന്നത് ഭാരതരത്നം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും ഭരണഘടനാ വിദഗ്ധനുമായിരുന്ന ശില്പിയുമായിരുന്ന ആ കോൺഗ്രസിനെ, ആ പിന്നോക്കക്കാരനെ, ആ പട്ടികജാതിക്കാരനെ അവഗണിച്ച പാർട്ടിയാണ് ഇന്ത്യയിലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പാർട്ടി. ആ പാർട്ടിക്ക് BJPയുടെ ആൾക്കാരെ കുറിച്ച് ഇത്ര വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. സ്വന്തം കണ്ണിലെ കോല എടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് പഴയ KSUക്കാരന്റെ പെരുമാറ്റമാണ് നടത്താൻ പോകുന്നത് എങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് കൊട്ടാരക്കരയിലെ പാർട്ടി ഓഫീസ് പൂട്ടി പോകേണ്ട സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ വനിതാ നേതാക്കളിൽ ഒരാളാണ്. മഹിളാ മോർച്ചയുടെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നിരവധി ചുമതലകൾ ഇരുന്നിട്ടുള്ള നേതാവാണ്. ആർജവമുള്ള, നട്ടലുള്ള, ആശയ ദൃഢതയുള്ള ഞങ്ങളുടെ നേതാവാണ് രാജീവ് പ്രസാദ്. ആ രാജീവ് പ്രസാദിന് എന്ത് വിഷമമുണ്ടെങ്കിലും, എന്ത് വിഷയമുണ്ടെങ്കിലും അത് നേരിടാനും അത് പരിഹരിക്കാനും അവരെ നെഞ്ചോട് ചേർത്ത് നിർത്താനുമുള്ള ശക്തിയും തന്റെ ഇടവും അതിനുള്ള കരുത്തുമുള്ള പാർട്ടിയാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന കാര്യം കൊടിക്കുന്നിൽ സുരേഷ് മറക്കണ്ട. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ നല്ലത്. രശ്മി അടക്കമുള്ള ആൾക്കാർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് നിർത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ കോൺഗ്രസിൽ ആശ്രയമറ്റ കൊടിക്കുന്നിൽ സുരേഷിനും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും ആശ്രയം എന്ന കാര്യത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ധാരാളം ആൾക്കാർ ഇന്ന് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരുന്നുണ്ട്. രശ്മി മാത്രമല്ല, വരാൻ പോകുന്ന നാളുകളിൽ ഈ ഈസ്റ്റ് ജില്ലയിലെ എണ്ണം പറഞ്ഞ പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും വരുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അണിചേരും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനോട് പറയാനുള്ളത്, സ്വന്തം വീട്ടിലെ ആൾക്കാരുടെ കൊഴിഞ്ഞുപോക്ക് അവിടെ നോക്കിയാൽ മതി. ഭാരതീയ ജനതാ പാർട്ടിയിലെ കാര്യങ്ങളിലെ കൊടിക്കുന്നിൽ സുരേഷ് ഇടപെടേണ്ട എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, രശ്മി കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി ഭാരതീയ ജനതാ പാർട്ടി കടന്നു വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 26-ാം തീയതി വൻപിച്ച ഒരു സ്വീകരണ പരിപാടി, ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സ്വീകരണ പരിപാടി
കൊട്ടാരക്കരയിൽ നടത്തുന്നുണ്ട്. 26-ാം തീയതി വൈകിട്ട് 4 മണിക്ക്. ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ്. മറ്റു പ്രമുഖ പാർട്ടി നേതാക്കന്മാരും ആ പരിപാടിയിൽ പങ്കെടുക്കും. ആ ദിവസം നിരവധി കോൺഗ്രസുകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രമുഖരായിട്ടുള്ള ധാരാളം ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുന്നതായിരിക്കും. ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും ഈസ്റ്റ് ജില്ലയുടെ പ്രഭാരിയുമായിട്ടുള്ള അജിത്തേട്ടൻ സൂചിപ്പിച്ചു 26-ാം തീയതി നടക്കുന്ന പരിപാടിയെക്കുറിച്ച്. അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ആ പരിപാടിയിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവരാണ് 26-ാം തീയതിയിൽ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഇരുന്നവരൊക്കെ വരുന്നുണ്ട്. പോരാതെ നമ്മൾ വ്യക്തി ആക്ഷേപിച്ചതിന്റെ പേരിൽ പ്രധാന കാര്യത്തിൽ പാർട്ടി വിട്ടിട്ട് BJP-യിലേക്ക് വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ അങ്ങനെ പറയുകയും ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവര് സ്വന്തത്തിന്റെ രീതി പരാതിയല്ല, ലോക ബന്ധത്തിന്റെ പരാതിയല്ല. അത്തരം ഒരു വലിയ നേതാവ് അല്ലാത്ത ഒരാൾ വന്ന ഉടനെ സ്ഥാനാർത്ഥിയാക്കണം പ്രഖ്യാപിച്ചിട്ടില്ല. അവരൊരു ചെറിയ കക്ഷിയായിരുന്നെങ്കിൽ UDF കഴിഞ്ഞ നാളിൽ അവരെ സ്ഥാനാർത്ഥിയാക്കത്തില്ലായിരുന്നല്ലോ. അവർ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC-യുടെ സാംസ്കാരിക സമിതിയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കം 10, 20, 25 വർഷമായി പൊതു സമൂഹത്തിൽ സേവന രംഗത്ത് നിറഞ്ഞു നിന്ന സാന്നിധ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനം UDF-ന്റെ സ്ഥാനാർത്ഥിയായി രശ്മി ഇവിടെ നിർത്തിയത്. അപ്പം അവർ മോശക്കാരിയായിട്ടാണ് എന്ന അർത്ഥമില്ലല്ലോ. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ സ്ഥാനം കൊടുക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവരെയൊക്കെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നത് തെറ്റായ നയങ്ങളല്ല. കേരളത്തിലെ ഐഷ പോറ്റി കേരളത്തിലേക്ക് കടന്നത് കോൺഗ്രസ് അവരെ ഇവിടെ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ഐഷ പോറ്റിയെ അവരെയും കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളും ഏതൊക്കെ പാർട്ടികളിൽ നിന്നും ആൾക്കാർ കടന്നു വരുന്നത് അവരെയൊക്കെ ഉചിതമായ സ്ഥാനങ്ങളിൽ ഇരുത്തുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന നയവും സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നയം. ഒരിക്കലുമില്ല. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ആൾക്കാർക്കും കൃത്യമായ അവസരം കൊടുക്കുകയും പാർട്ടിയിലെ പഴയതെന്നോ പുതിയതെന്നോ ഭേദമില്ലാതെ പാർട്ടിയിൽ എല്ലാവർക്കും തുല്യ അവസരങ്ങളും എല്ലാവർക്കും പ്രവർത്തനത്തിനൊരു ഫേസും കൊടുക്കുന്ന സ്ഥലം കൊടുക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു വിവേചനവും ഭാരതീയ ജനതാ പാർട്ടിയിൽ ആരെങ്കിലും കടന്നു വന്നതിന്റെ പേരിൽ ആൾക്കാരും രാജിവെച്ച് പോയിട്ടില്ല. മറിച്ച്
ഭാരതീയ ജനതാ പാർട്ടി കടന്നു വന്ന ഈ ഇപ്പം കരുണാകരന്റെ മകളായ പത്മജ അടക്കം വേണുഗോപാൽ അടക്കമുള്ളവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഭാരതത്തിൽ അടക്കം ഒരു കമ്മ്യൂണിസ്റ്റ് 2 സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ അണികളും അടക്കം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്ന ചരിത്രമാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലും നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അവിടുത്തെ BJPക്കാരും പശ്ചിമബംഗാളിലെ ത്രിപുരയിലെയും ഭാരതീയ ജനതാ പാർട്ടികൾക്ക് വേണ്ടി ആജീവനാന്തം കൊടിപിടിച്ച ആൾക്കാർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവർക്കും അവിടെ പ്രവർത്തനത്തിനും അവസരവും ഫീസുമുണ്ട്. അഞ്ചൽ മേഖലയിൽ നിന്ന് ആരും പാർട്ടി വിട്ടുപോയിട്ടില്ല. 1-2 പ്രവർത്തകർ അവർക്ക് ചുമതല കൊടുത്തിട്ടുള്ളതാണ്. ചുമതല ഇല്ലാഞ്ഞിട്ടല്ല, അത് പ്രാദേശികമായ ഒരു പഞ്ചായത്തിലെ ചില്ലറ വിഷയങ്ങളാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി അതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അവരൊന്നും പാർട്ടി വിട്ടുപോയിട്ടില്ല. പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് മാത്രമേ അവർ രാജിവെച്ചിട്ടുള്ളൂ. ആ പ്രശ്നം പാർട്ടി അവിടെ അത് പരിഹരിച്ചിട്ടുണ്ട്. അത് തെറ്റായ പ്രചരണമാണ്. അത് അവരുടെ തെറ്റിദ്ധാരണ മൂലമാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥികളെയും പാർട്ടി ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകൾ മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള എല്ലാ കാലഘട്ടത്തിലെയും രീതി, സംസ്ഥാനം നിയോജകമണ്ഡലങ്ങളിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കും. 2, 3, 4 പേരുടെ പേരുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിലേക്ക് പോകും. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അത് 2, 3 പേരുകളാക്കി ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്കാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ബോർഡാണ്, അവരാണ് സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട് ബാക്കിയുള്ള ഇതിനോടനുബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കേരളത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നു. രശ്മി എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയാകും. അത് എവിടെ ആകും എന്നുള്ളത്, ഏത് നിയോജകമണ്ഡലത്തിലാകും എന്നുള്ളത് പാർട്ടി അവസാനം പ്രഖ്യാപിക്കും. ഇല്ല, ഒരു ഡീലുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് രശ്മി തന്നെയല്ല, കേരളത്തിലെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെ കൗൺസിലർമാരടക്കമുള്ള ധാരാളം ആൾക്കാർ ജയിച്ചതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെയല്ല, രാജ്യത്ത് വ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നയമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാവുന്ന എല്ലാ ആൾക്കാരെയും സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ നയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ആ രശ്മിയെ സ്വീകരിച്ചത്. അതിൻ്റെ അത് യാതൊരു ഡീലുമില്ല. രശ്മി തന്നെ വളരെ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി വരണം എന്ന ഏതെങ്കിലും ഉപാധിയുടെയോ ഏതെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിന്റെയോ ഏതെങ്കിലും ചുമതല കൊടുക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല രശ്മി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നത്. അല്ല, അദ്ദേഹം ഇപ്പം രശ്മി അതിനെല്ലാം രശ്മി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, വരുന്ന നാളുകളിൽ ഞാൻ കാര്യങ്ങൾ വെളിപ്പെടുത്താം, എന്റെ നിലപാട് കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്, എന്നെ ആക്ഷേപിച്ചത് ആരാണ് എന്നുള്ളതടക്കം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വരുന്ന നാളുകളിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 26-ാം തീയതി ലക്ഷ്മി ആ കാര്യങ്ങൾ സമൂഹത്തോട് പറയും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ
മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്. അറിയില്ല, കാണുമായിരിക്കും. സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നിയോജകമണ്ഡലം ഇൻചാർജന്മാരെയും കൺവീനർമാരെയൊക്കെ തീരുമാനിച്ചു. ശക്തി കേന്ദ്ര ഇൻചാർജന്മാരെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ബൂത്ത് അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാ? കൊട്ടാരക്കര പ്രതീക്ഷയുണ്ട്. പിന്നെ അതേ കാരണം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി നമുക്ക് ഏതാണ്ട് 3-4 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 30,000-നോട് അടുപ്പിച്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു കഴിഞ്ഞ മത്സരിച്ചിട്ടുള്ള അതിനപ്പുറം ആ വ്യക്തിക്ക് ഇതൊന്നും പറയുവാൻ ബിജെപിക്ക് കഴിയുന്നില്ല. ഇത് എസ്പിയുടെ പത്രസമ്മേളനം അടക്കം മുന്നിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രവർത്തിച്ചിട്ടുള്ള വാക്കുപോലും പറഞ്ഞു കോൺഗ്രസിനെതിരെ മാത്രമാണ് എങ്ങനെ വിജയപ്രതീക്ഷ? ഞങ്ങൾ വിജയപ്രതീക്ഷ വെച്ചാൽ നമുക്കൊരു പഞ്ചായത്ത് കൊട്ടാരക്കര അടുത്ത് നെടുവത്തൂർ പഞ്ചായത്ത് BJP ആണ് ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 36,000 വോട്ടുകളാണ് BJP പാർട്ടി വോട്ടുകളായിട്ടുള്ളത്. പിന്നെ രശ്മിക്കും അതേപോലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന വ്യക്തിയാണ്. 2 ടൈം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അതെല്ലാം കൂടി വെച്ച് കണക്കൂട്ടിയാണ് നമുക്കൊരു സാധ്യത ഇപ്രാവശ്യം ഈ നിയമസഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. അറിയില്ല, പാർട്ടി ആരെയാണോ തീരുമാനിക്കുന്നത് അവരായിരിക്കും. സംസ്ഥാന ഘടകമാണ് ആ ലിസ്റ്റ് പ്രഖ്യാപിക്കേണ്ടത്. സംസ്ഥാന ഘടകം ആരെയാണോ തീരുമാനിക്കുന്നത് ആരായാലും, രശ്മി ആവണമെന്നില്ല, രശ്മി ആയാലും തീർച്ചയായും അങ്ങനൊന്നുമില്ല. കൊന്നത്തൂരും ഏതാണ്ട് 32,000-നോട് അടുപ്പിച്ച് വോട്ടുകൾ നമുക്ക് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കുന്നത്. നമുക്കിപ്പം വ്യക്തമായ ഒരു അറിവ് കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, സ്വമേധയായി പാർട്ടി സംസ്ഥാന ഘടകമാണ്. ആർക്കാണ് കൊട്ടാരക്കര സീറ്റ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ്. എല്ലാവർക്കും നന്ദി. 26-ാം തീയതി എല്ലാവരും എത്തണം.